അങ്ങനെ നമ്മുടെ അതിമനോഹരമായ ഒരു യാത്ര കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. ഹലോ, അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസം വന്നെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സ്റ്റാഫ് ടൂർ ആണ്. സ്കൂളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ ഞാനും ശ്രീലക്ഷ്മി ടീച്ചറും കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ഓട്ടോയിലാണ് കേട്ടോ രാമനാട്ടുകരയ്ക്ക് പോകുന്നത്. അങ്ങനെ രാമനാട്ടുകര എത്തിയാൽ നമുക്ക് ട്രിപ്പ് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും അവിടേക്കാണ് കേട്ടോ എത്തുക. ഗുണ്ടൽപേട്ട് പോവാന്ന് കരുതി നിന്നപ്പോ അങ്ങനെ അവസാനം അവിടുത്തെ സൂര്യകാന്തി ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒട്ടും വൈകാതെ നേരെ നമ്മുടെ സ്വന്തം വയനാട്ടിലേക്ക് പോവാന്ന് കരുതി. വയനാടുള്ള ഒരു റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ 1-2 സ്ഥലത്തൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണണം. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പൊ പോകുന്നത്. നമ്മുടെ ട്രിപ്പിന്റെ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു നേരം ബ്ലോക്കിലൊക്കെ ഒന്ന് പെട്ട് നിന്നെങ്കിലും കൃത്യം 9 മണിയോട് കൂടി തന്നെ ഞങ്ങൾ രാമനാട്ടുകര എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഫസ്റ്റ് ആയിട്ടാണ് ഒരു ട്രിപ്പൊക്കെ പോകുന്നത്. സോ എല്ലാവരും കൂടെ വണ്ടിയിലേക്ക് നേരെ കയറാൻ പോവാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയ ഉടനെ നമ്മുടെ സ്പോട്ടിഫൈയിൽ പാട്ടൊക്കെ പ്ലേ ചെയ്ത് എല്ലാവരും ഒന്ന് ചില്ലായി. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ അവനവൻ സെലക്ട് ചെയ്ത് അങ്ങനെ പ്ലേ ചെയ്യാൻ തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും ഈ ലൈറ്റ് മ്യൂസിക്കാണ് ഇഷ്ടം. ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഒരു സീറ്റിൻ്റെ ഒരു അരുവിൽ ഇങ്ങനെ ഇരുന്ന് ആ പാട്ട് ഇങ്ങനെ കേട്ട് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം. എത്തേണ്ടത് 2 മണിയാകുമ്പോഴേക്കാണ്. പക്ഷെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബ്ലോക്കിലൊക്കെ നേരത്തെ ഇറങ്ങിയത് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറി. ഞാനും വൈകിയാണ് ഇറങ്ങിയതെങ്കിൽ ആകെ പെട്ടുപോയേനെ. ഇനി യാത്രകളൊക്കെ പ്ലാൻ ചെയ്ത് പ്രത്യേകിച്ച് റിസോർട്ടിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതും നമ്മൾ ഇതുവരെ കാണാത്ത റിസോർട്ടൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ പോകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ എങ്ങോട്ട് പോവാണെങ്കിലും നേരത്തെ ഇറങ്ങാന്നുള്ള എന്റെ ഉപദേശം കേട്ട് എന്നെ അടുത്തറിയുന്ന ഫ്രണ്ട്സ് എന്നെ വന്ന് തല്ലാൻ ചാൻസ് ഉണ്ട്. കാരണം അവരെ ഞാൻ ഒരുപാട് തവണ പോകാൻ ഞാൻ നന്നാവാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ കയറി. നല്ല ടേസ്റ്റുള്ള വടയും പിന്നെ അതിലേക്ക് നല്ല തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും അന്താക്ഷരിയൊക്കെ കളിച്ചു. 2 ടീമായിട്ട് മാറിയിട്ട് പല അക്ഷരങ്ങൾ വെച്ച് ഞങ്ങൾ പലതരത്തിലുള്ള പാട്ടുകൾ പാടി. ഞാൻ പറഞ്ഞ അന്താക്ഷരി കളിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്റെ ടീം തോൽക്കുന്നത്. സാനി ടീച്ചറുടെ കയ്യിൽ വെറൈറ്റി പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് മുന്നിൽ ഞാൻ ശരിക്കും പതറിപ്പോയി. പിന്നെ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പുറത്തെ കാഴ്ചകൾ അങ്ങനെ നോക്കി നിന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു.
തേയിലത്തോട്ടത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാണ്. ഫോട്ടോ മാത്രമല്ല, ഞങ്ങൾ കുറച്ച് റീൽസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തു. ഇപ്പൊ സമയം ഉച്ചയായിട്ടുണ്ട്. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ ഊണ് കഴിക്കാൻ വന്നതാണ്. ഇത് വീട്ടിലെ ഊണാണ് കേട്ടോ. ഞങ്ങൾക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. ഉച്ച കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പൈപ്പിലെ വെള്ളത്തിൽ നിന്ന് മുഖം കഴുകി നോക്കി. ഭയങ്കര തണുപ്പായിരുന്നു. പകുതി മുക്കാ ക്ഷീണം അങ്ങനെ അങ്ങോട്ട് പോയി. ഇനി പറയാനുള്ളത് ഒരു കഥന്നെ കഥയാണ്. ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പടിഞ്ഞാറേത്തറയാണ്. അവിടെ എത്തിയപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാല് ഭയങ്കര ദയനീയായിരുന്നു. ഞങ്ങൾ ഫോട്ടോയിൽ കണ്ട പോലെ ഒന്നും അല്ലായിരുന്നു. ബുക്ക് ചെയ്ത് റിസോർട്ട് കണ്ടതോടുകൂടി എല്ലാവരുടെയും മൂഡ് പോയി. സത്യം പറഞ്ഞാല് നമ്മുടെ ഒരു കോമൺ വീട്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാക്ക് സൈഡിൽ നിറയെ ബിയറിന്റെ ഒക്കെ കുപ്പി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ കണ്ടതോടുകൂടി ആർക്കും അവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല വിഷമായി. കാരണം ഞങ്ങൾ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ബുക്ക് ചെയ്തതായിരുന്നു. റിസോർട്ടിന്റെ പേര് ഞാൻ ഏതായാലും ഇനി പറയുന്നില്ല. സംരംഭം തുടങ്ങാൻ അത്യാവശ്യം എഫേർട്ടും ടൈമും ഒക്കെ അവർ ഇട്ടിട്ടുണ്ടായിരിക്കും. ഒന്നും അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് ഉണ്ടായ ബാഡ് എക്സ്പീരിയൻസ് അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. വരുന്ന കസ്റ്റമേഴ്സിനെങ്കിലും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുമായിരിക്കും. അങ്ങനെ അവസാനം ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുള്ള റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും അതിന്റെ സന്തോഷത്തിലാണ്. അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇങ്ങനെ സെറ്റായി കിട്ടുമെന്ന് നിങ്ങളെ സ്വപ്നത്ത് പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ റിസോർട്ടിനെ കുറിച്ചും പിന്നെ ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങളും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്